നമ്മളുടെ കുടുംബത്തിൽ തിന്മയുണ്ട്, നമ്മുടെ സ്വന്തം ജീവിതത്തിൽ തന്നെ തിന്മയുണ്ട്. ആ തിന്മ കട്ടപിടിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എതിർക്കെന്ന് പറഞ്ഞാൽ തിന്മയെ ദ്വേഷിക്കണം എന്ന് പറഞ്ഞാൽ തിന്മയോട് സഹകരിക്കരുത്. നമ്മളൊരു അസഭ്യം പറഞ്ഞു, അത് സാരമില്ല, അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. അയ്യോ ചെയ്യരുതാത്തത് ഞാൻ ചെയ്തു, തെറ്റായിപ്പോയി എന്ന് നമ്മളോട് തന്നെ പറയണം. നമ്മുടെ കുടുംബത്തിൽ ഒരാൾ അസഭ്യം ചെയ്തു, ഒരു കുട്ടി അടുത്തുള്ള ടീച്ചറെ അസഭ്യം വിളിച്ചു, അപ്പനും അമ്മയും പറയണം, മോനെ നീ ചെയ്യരുത്, അത് ചെയ്തു. നുണ പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടു, ഒരു നിങ്ങളുടെ കുടുംബത്തിന് അനുകൂലമായി ഒരു വിജയം ഉണ്ടാകാൻ വേണ്ടി നിങ്ങളുടെ കുട്ടി ഒരു നുണ പറഞ്ഞു എന്ന് വിചാരിക്കുക. സാരമില്ല, അങ്ങനെ വിചാരിക്കരുത്. അപ്പം തന്നെ പറയണം, മോനെ നമ്മുടെ ദൈവം നുണ പറയാൻ അനുവദിച്ചിട്ടില്ല, നുണ പറയുന്നവരുടെ കൂടെ ദൈവം നിൽക്കുകയില്ല, ഇപ്പോഴത്തെ വിജയമല്ല നമ്മുടെ ദൈവമാണ് നമ്മുടെ കൂടെ നിൽക്കേണ്ടത്. കുട്ടി അപ്പം തന്നെ തിരുത്തണം. സംസാരിക്കേണ്ട അപ്പനപ്പം സംസാരിക്കേണ്ട അമ്മയുടെ വിശുദ്ധ വചനത്തിന് വേണ്ടി സംസാരിക്കണം. ധ്യാന ഗുരു എന്ന് പറയുന്നത് തക്ക സമയത്ത് സംസാരിക്കുന്നവനാണ്. ഒന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ എന്ന് പറഞ്ഞ സ്റ്റേജിൽ മൈക്കിന്റെ കാര്യം അല്ല ഈ പറയണത്. ആ തെറ്റ് ചെയ്ത് കുട്ടി നുണ പറഞ്ഞത് നിങ്ങൾ അറിയുന്ന സെക്കൻഡിൽ കുട്ടിയോട് പറഞ്ഞ, എന്റെ മോനെ ചെയ്യരുതാത്തതാണ് നീ ചെയ്തത്. നമ്മുടെ കർത്താവ് വചനത്തിൽ വ്യാജം പറയുന്ന അതരത്തെയും നുണ പറയുന്ന നാവിനെയും എന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ വിച്ഛേദിക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് അറിയില്ലേ മോനെ എന്ന് പറഞ്ഞ ആ കുട്ടിയെ തിരുത്തണം. ആ കുട്ടിയുടെ നുണയുടെ കൂടെ സഹകരിക്കരുത്.